നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ കുറച്ചു നേരം കാണാൻ പോകുന്നത് ഗംഭീരമായൊരു കെട്ടിട സമുദ്രം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരു ട്രെയിനിങ് കടന്നു വരുന്നുണ്ട്. ഇത് പക്ഷെ നമുക്ക് സുന്ദരമായ കാഴ്ചകളാണ്. കുഞ്ഞു താമസ ഇടങ്ങൾ. അങ്ങ് മെട്രോയിലൊരു യാത്ര കൂടി നടത്തുന്നത് ഏതായാലും സുന്ദരമായ ഒരു അനുഭൂതി. ഇപ്പോൾ നമ്മളുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്നും പുട്ടപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ എത്തിയത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. പുട്ടപ്പുറത്തേക്കുള്ള ട്രെയിന് ബാംഗ്ലൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 1:40 അപ്പോൾ കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഈ ബാംഗ്ലൂരെ നമ്മ മെട്രോയിൽ ഒന്ന് യാത്ര ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാംഗ്ലൂരിലെ ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള നമ്മ മെട്രോയിൽ കയറിയെന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം സമയം ഉച്ചയാവുകയും ചെയ്യും ഈ മെട്രോയിൽ യാത്ര ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ആണ് മെട്രോയിൽ കയറുന്നത്. കയറിയിട്ട് കെങ്കേരിയുടെ ബസ് ടെർമിനൽ വരെ ഒരു ചെറിയ യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ കാണുന്ന കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മ മെട്രോയുടെ കുറച്ച് ദൂരെ നിന്നുള്ള കാഴ്ചയാണ്. മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് ബാംഗ്ലൂരു, കമ്പഗൗഡ ബസ് സ്റ്റാൻഡ് എന്നും പറയും. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. മെട്രോ സ്റ്റേഷന് ഉള്ളിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഒരു 1.5 മണിക്കൂർ സമയം പോയി കിട്ടണം. അതുകൊണ്ട് ഈ മെട്രോ സ്റ്റേഷനിലൊന്ന് കാണുകയും ചെയ്യാം, ബാംഗ്ലൂർ മെട്രോയിലൊന്ന് കയറുകയും ചെയ്യാം. അങ്ങനെ മെട്രോ സ്റ്റേഷന് അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ലവ് യു ഇന്ത്യ നമ്മ മെട്രോ എന്ന് എഴുതിയ വലിയ ഒരു ബോർഡ് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. കെങ്കേരി വരെയാണ് ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കെങ്കേരി വരെയുള്ള യാത്രയ്ക്ക് 40 രൂപ കൊടുത്ത് ഒരു കോയിൻസ് എല്ലാം കിട്ടി. കോയിൻസ് ഇനി അവിടെ ഗേറ്റിൽ കൊണ്ട് ടച്ച് ചെയ്യിക്കുമ്പോൾ നമുക്ക് അകത്തേക്ക് കടക്കാം. അങ്ങനെ ടച്ച് ചെയ്ത് അകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഭൂഗർഭ മെട്രോയാണ് ഇവിടെ. ഈ കമ്പഗൗഡ ബസ് സ്റ്റേഷന് അടുത്തുള്ള നമ്മ മെട്രോ ഭൂഗർഭ മെട്രോ ആയിട്ടാണ്. താഴോട്ടൊരു 2 നില നമ്മൾ ഇറങ്ങിപ്പോണം. അങ്ങനെ ഞാൻ ആദ്യ എസ്കലേറ്ററിൽ കയറി താഴോട്ട് ഇറങ്ങി. അതിനുശേഷം ഒരു എസ്കലേറ്ററും കൂടെ ഉപയോഗിച്ച് വീണ്ടും ഒരു നില കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഈ പറയുന്ന നമ്മ മെട്രോയിൽ പ്രവേശിക്കാൻ. ധാരാളം ആളുകൾ ഇറങ്ങുവാനും കയറുവാനും ഒക്കെയായിട്ട് നമുക്കിവിടെ കാണാം. ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 9 മണി കഴിഞ്ഞ സമയത്താണ്. അതുകൊണ്ട് നല്ല തിരക്കാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഒരു ട്രെയിനിങ് കടന്നു വരുന്നുണ്ട്. ഇത് പക്ഷെ നമുക്ക് പോകേണ്ട ട്രെയിനല്ല, അത് വേറൊരു ദിശയിലേക്ക് പോകുന്ന ട്രെയിനാണ്. അത് കഴിഞ്ഞ് വരുന്ന ട്രെയിനാണ് നമ്മൾ പോകുന്നത്. 2011 ഈ നമ്മ മെട്രോ ബാംഗ്ലൂരിൽ ആരംഭിച്ചത്. അതിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ 2 റൂട്ടുകളാണ്. വയലറ്റ് റൂട്ടും അതുപോലെ തന്നെ പച്ച റൂട്ടും. വയലറ്റ് റൂട്ടിനാണ് നമുക്ക് പോകേണ്ടത്. നല്ല തിരക്ക് നമ്മ മെട്രോയിൽ. നമ്മളത് വണ്ടി വന്നു കഴിഞ്ഞു. ഞാനങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ചുമ്മാ ഒരു സെൽഫിയൊക്കെ എടുത്തതാണ്. അങ്ങനെ അകത്തേക്ക് അങ്ങനെ നമ്മ മെട്രോയിൽ കയറിപ്പറ്റി. വല്ലാത്ത തിരക്ക്. നമ്മുടെ സ്റ്റേഷൻ വിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഭൂഗർഭ അറയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. കുറച്ചു നേരം കഴിയുമ്പോൾ ഇതുപോലെ വെളിച്ചത്തേക്ക് ഉയർന്ന സ്ഥലത്തൂടെ ആണ് മെട്രോ ലൈൻ കടന്നു പോകുന്നത്. വല്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ മെട്രോ. ഇങ്ങനെ പൊക്കത്തിൽ കൂടെ പോകുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത്. ബാംഗ്ലൂരിലെ മനോഹരമായ കെട്ടിടങ്ങളുടെ ഭംഗി. പ്രകൃതി രമണീയത എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഈ കെട്ടിടങ്ങൾക്ക് വല്ലാത്തൊരു മനോഹാരിതയുണ്ട്.
ഞാനങ്ങനെ ഇറുകി മെട്രോയ്ക്കകത്ത്. വല്ലാത്തൊരു മനോഹാരിതയാണ് ഈ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. മെട്രോയ്ക്ക് അകത്ത് കനത്ത തിരക്കാണ്. കോളേജ് വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും ഇങ്ങനെയുള്ള ആളുകളും ഒക്കെയാണ് കൂടുതൽ യാത്രക്കാരായിട്ടുള്ളത്. കൂടുതലും സീസൺ ടിക്കറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഒരു മെട്രോ സ്റ്റേഷൻ്റെ കാഴ്ചയാണിത്. ഇത് ഉയരത്തിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. അതും കടന്ന് പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ അതിസുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മളെ തേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹി മെട്രോ കഴിഞ്ഞാൽ ഏറ്റവും ദൈർഘ്യമേറിയ മെട്രോ സംവിധാനമാണ് ബാംഗ്ലൂരിലേത്. ഏകദേശം 80 കിലോമീറ്റർ നീളമാണിപ്പോൾ ഈ ബാംഗ്ലൂരിലെ മെട്രോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ കാഴ്ചയാണ്. നമ്മളിപ്പോൾ യാത്ര പോകുന്നത് കെങ്കേരി എന്ന പ്രദേശത്തേക്കാണ്, അതായത് മൈസൂർ ഭാഗത്തേക്ക്. കുറേ ആളുകൾ ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചാളുകൾ കയറുന്നുമുണ്ട്. അങ്ങനെ വീണ്ടും മെട്രോയിലെ നിൽക്കുമ്പോഴുള്ള പുറത്തെ കാഴ്ചകൾ സുന്ദരമായ കാഴ്ചകളാണ്. കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് താമസ ഇടങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കടന്ന് യാത്ര നമ്മൾ തുടരുകയാണ്. ഇത് മെട്രോയുടെ പാളങ്ങളാണ്. ഈ പാളങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാൻ കാരണം ഇതിലൂടെയാണ് വൈദ്യുതി കടന്നുപോയി ഈ ട്രെയിൻ ഓടുന്നത്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചിത്രങ്ങൾ എടുത്തത്. അപ്പോൾ വീണ്ടും മനോഹരമായ കാഴ്ചകളാണ് ബാംഗ്ലൂർ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദിവസം 9 ലക്ഷത്തിലധികം ആളുകളാണ് ബാംഗ്ലൂർ മെട്രോ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ഭാരത സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കർണാടക സംസ്ഥാന സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമാണ് ഈ മെട്രോ നിർമ്മാണവും നടത്തിപ്പും ഒക്കെ നടത്തുന്നത്. അതിൻ്റെ ചുരുക്കപ്പേരിൽ BMRCL എന്നറിയപ്പെടുന്നു. വളരെ മനോഹരമായ പ്രദേശങ്ങളിലൂടെ തന്നെയാണ് ഈ മെട്രോ കടന്നു പോകുന്നത്. ബാംഗ്ലൂരിൽ വന്നിട്ടുള്ള ആളുകൾക്ക്, ഇതിൽ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും വലിയ പുതുമയല്ല. എന്നാൽ ആദ്യമായി ബാംഗ്ലൂർ സന്ദർശിക്കുന്ന ഒരാൾക്ക് ഈ മെട്രോ യാത്ര സുന്ദരമായ ഒരു അനുഭവം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരിൻ്റെ കുറച്ച് ഉയർന്ന ഭാഗത്തുകൂടി മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ കാണുന്ന മനോഹരമായ ലക്ഷക്കണക്കിന് കെട്ടിടങ്ങളുടെ കാഴ്ച അത് അതീവ സുന്ദരം തന്നെയായിരിക്കും. തീർച്ചയായും ബാംഗ്ലൂരിൽ ആദ്യമായൊക്കെ വരുന്ന ആളുകൾ, ടൂറിസ്റ്റൊക്കെ ആയി വരുന്ന ആളുകൾ മെട്രോയിലൊരു യാത്ര കൂടി നടത്തുന്നത് ഏതായാലും സുന്ദരമായ ഒരു അനുഭൂതി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് തുരങ്ക പാത ഏകദേശം പകുതിയോളം ഭാഗങ്ങൾ ബാംഗ്ലൂർ മെട്രോയിലേത് ഭൂമിക്കടിയിലൂടെയാണ്. അതും പുതിയ ഒരു അനുഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വീണ്ടും മനോഹരമായ കാഴ്ചകളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബാംഗ്ലൂർ മെട്രോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2011 ആദ്യമായി ആരംഭിക്കുന്നത്. അതിനുശേഷം കുറേയധികം കൂട്ടിച്ചേർക്കലുകൾ മെട്രോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഒരു ലൈനാണ് പ്രവർത്തനമായതെങ്കിൽ പിന്നീട് ഒരു ലൈനും കൂടെ പ്രവർത്തനം ആയി. ഇനി 4, 5, 6 ലൈനുകളിലേക്ക് ഈ ബാംഗ്ലൂർ മെട്രോ കുതിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ബാംഗ്ലൂർ മെട്രോയുടെ സുന്ദരമായ കാഴ്ച. രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി 12 മണി വരെ ഈ മെട്രോ സർവീസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദൂരെ മനോഹരമായിട്ടുള്ള വലിയ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കെങ്കേരി എന്ന പ്രദേശത്തേക്കാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതിനിടയ്ക്കിപ്പോൾ 5-8 റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തുകയും വീണ്ടും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആളും തിക്കും തിരക്കൊക്കെ കുറഞ്ഞു മെട്രോ ട്രെയിനിൽ. ഈ മെട്രോ ട്രെയിൻ 6 ബോഗികളെ വെച്ചിട്ടാണ് ഓടുന്നതിപ്പോൾ. തുടക്കഘട്ടത്തിൽ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞത്. ഇപ്പോൾ 6 എണ്ണം ഉണ്ട്. കാരണം ഒരു ദിവസം 9 ലക്ഷത്തോളം ആളുകളാണ് ഈ ബാംഗ്ലൂർ മെട്രോയിൽ യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കണം. ഇത് ഏകദേശം ഇപ്പോൾ ഓടുന്നത് 2 ലൈനുകളാണ്. 6 ലൈനുകളോളമാണ് ഈ മെട്രോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഭാവിയിൽ. അപ്പോൾ ഒരു ദിവസം എത്ര ലക്ഷം ആളുകൾ ഈ ബാംഗ്ലൂർ മെട്രോ ഉപയോഗിക്കുമെന്നൊന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. വീണ്ടും മനോഹരമായ കെട്ടിടങ്ങളുടെ കാഴ്ച.
ഇനി നമ്മൾ കുറച്ചു നേരം കാണാൻ പോകുന്നത് ഗംഭീരമായൊരു കെട്ടിട സമുച്ചയമാണ്. ഏതോ കമ്പനിയുടെ ഫ്ലാറ്റ് സമുച്ചയമാണ്. കമ്പനി ഏതാണ്, ഏത് ഉടമകളുടെയാണെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിലും അതൊരു സുന്ദരമായ കാഴ്ച തന്നെയാണ്. ഏകദേശം കെങ്കേരി ബസ് ടെർമിനൽ സ്റ്റേഷൻ എത്താനാവുന്നു. ആ ബസ് സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. അതിനു മുമ്പുള്ള ഏതായാലും ഇങ്ങനൊരു മനോഹരമായ കാഴ്ച കിട്ടിയത് നമുക്ക് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. കുറേയേറെ കെട്ടിടങ്ങൾ കെങ്കേരി അടുക്കാനാകുമ്പോൾ കെങ്കേരി സ്റ്റേഷൻ ഏകദേശം എത്താനായി. അങ്ങനെ കെങ്കേരി സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞു. നമ്മൾ കെങ്കേരി സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുന്നു. കെങ്കേരി ബസ് ടെർമിനൽ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു KSRTCൻ്റെ കർണാടക RTCയുടെ ഒരു വലിയ ബസ് സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റോഡിനോട് അടുത്തുള്ള സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് എസ്കലേറ്റർ ഇറങ്ങി അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഇവിടെ കാണാം ഐ ലവ് യു ഇന്ത്യ, നമ്മ മെട്രോൻ്റെ ബോർഡൊക്കെ. അതും കടന്ന് നമ്മളിതാ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. ഒരു ബസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. മറ്റ് കാഴ്ചകൾ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇതാണ്. മെട്രോ സ്റ്റേഷൻ്റെ കുറച്ച് റോഡിന് അപ്പുറവശത്തു നിന്ന് ഞാൻ എടുത്ത കുറച്ച് ദൃശ്യങ്ങളാണിത്. റോഡിന് അപ്പുറവശത്തു നിന്ന് മെട്രോയിലേക്ക് നോക്കുമ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ കാഴ്ച ഇതൊക്കെയാണ്. കെങ്കേരി ബസ് ടെർമിനൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ ചെറിയ ഒരു മെട്രോയുടെ യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ നമ്മ മെട്രോ ബാംഗ്ലൂർ മെട്രോയ്ക്ക് 2 ലൈനുകളാണുള്ളത്. ഒന്ന് അതായത് പർപ്പിൾ ലൈനും, ഈ പർപ്പിൾ ലൈനാണ് ഈ കെങ്കേരി ഭാഗത്തേക്ക് വരുന്ന ലൈന്. അതുപോലെ തന്നെ ഗ്രീൻ ലൈനുണ്ട്. അങ്ങനെ 2 ലൈനിലാണ് ഈ നമ്മ മെട്രോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 3, 4, 5 ലൈനുകളിലേക്ക് മെട്രോ വളരുന്നുണ്ട്. ഭാവിയിൽ വളരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ മെട്രോയിലൂടെയുള്ള ചെറിയ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക.